ജിതിൻ നമുക്കൊപ്പം ചേരുകയാണ്, അർജുന്റെ കുടുംബാംഗം. ജിതിൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ജിതിൻ ഇപ്പോൾ ഈ പുഴയുടെ തീരത്ത് തന്നെ ഉണ്ടോ? ഞാൻ പുഴയുടെ തീരത്തില്ല, ഇപ്പൊ അവിടെ എത്തും. 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടല്ലേ? ജിതിനൊപ്പം ആരൊക്കെയുണ്ട്? എന്റെ ഭാര്യ ഉണ്ട്, അർജുന്റെ സഹോദരിയുടെ എന്റെ ഭാര്യ ഉണ്ട്. അഞ്ചുണ്ട്. ഈ നിങ്ങൾ കുടുംബം പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഡ്രഡ്ജിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് ഈശ്വർ മൽപ്പെ നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ അർജുന്റെ വാഹനം മാത്രമല്ല, ഒരുപാട് വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സങ്കീർണമാണ് അവിടുത്തെ തെരച്ചിൽ എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് തന്നെ അർജുന്റെ വാഹനം കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഉണ്ടല്ലേ ഇപ്പോഴും? അതെ, തീർച്ചയായിട്ടും നേവിയും ഇന്ദ്രപാല സാർ മാർക്ക് ചെയ്ത ശക്തമായ ഒരു സിഗ്നൽ കിട്ടിയ ഒരു പോയിന്റ് ഉണ്ട്. ആ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ കാര്യക്ഷമമായ തെരച്ചിൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷയുള്ളത് അവിടെ തെരച്ചിൽ പെട്ടെന്ന് തന്നെ തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഡ്രഡ്ജറിന്റെ പ്രവർത്തനം നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ഈശ്വർ മൽപ്പെ ആഴങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഇത്രത്തോളം വലിയ തുക മുടക്കി കൊണ്ടുവന്ന ഡ്രഡ്ജറാണ്, അത് ഒരു നിമിഷം പോലും ഉപയോഗിക്കാതിരിക്കാനും കഴിയില്ല. അപ്പോൾ ഡ്രഡ്ജർ ഇങ്ങനെ എല്ലാ നിമിഷവും അതിലെ രണ്ടാം ഘട്ട തിരച്ചിൽ നിൽക്കാൻ തന്നെ കാരണം ഇനി ഡൈവിംഗ് ചെയ്തുള്ള ഒരു തിരച്ചിൽ സാധ്യമല്ല എന്ന് അന്ന് തന്നെ അറിയിച്ചതാണ്. അതിന് പ്രകാരമാണ് നമ്മൾ ഡ്രഡ്ജർ എന്നൊരു കാര്യത്തിലേക്ക് വരികയും അത് ഇവിടെ എത്തിക്കാൻ വേണ്ട പരിശ്രമങ്ങൾ നടത്തിയത്. തീർച്ചയായും ഡ്രഡ്ജർ നമുക്ക് ഒരു മിനിറ്റ് പോലും നിർത്താൻ പാടില്ല. അവിടെ ലോറി കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഭാഗത്തെ മണ്ണ് നീക്കി കഴിഞ്ഞാൽ മാത്രമേ ഈശ്വർ മൽപ്പയുടെ മുങ്ങലിന് ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ കാണാത്ത ലോറിക്ക് വേണ്ടി മുങ്ങിയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതെ അതെ, ഈ ഡ്രഡ്ജറിന് ഇവരിപ്പോ 3 ദിവസത്തെ കാലാവധി പറയുന്നുണ്ട്. 10 ദിവസം വരെ നീട്ടാമെന്നാണ് പറയുന്നത്. പക്ഷെ അതിനപ്പുറം നമ്മുടെ തിരച്ചിൽ നീട്ടേണ്ടി വന്നാൽ അത് ഡ്രഡ്ജർ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് ജില്ലാ ഭരണകൂടം പിന്നോട്ട് പോയാൽ എന്തായിരിക്കും കുടുംബത്തിന്റെ ഒരു നീക്കം? ഇല്ല, നമ്മൾ 10 ദിവസം നമുക്ക് നോക്കാം. പിന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തല്ലോ, നമുക്ക് പിന്നെ അതിനോട് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് ജീവിക്കേണ്ടി വരും. ഈ രീതിയിലെല്ലാം അവർ കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്ത് സതീഷ് MLA ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം നമുക്കതെല്ലാം വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇത്രയും ചെയ്തിട്ട് നമുക്ക് ലോറി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു 10 ദിവസം ആണ് നിങ്ങളും പ്രതീക്ഷയ്ക്ക് മുന്നിൽ വെക്കുന്നത്, അങ്ങനെയാണോ മനസ്സിലാക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും നമ്മൾ ഈ 10 ദിവസം മാക്സിമം ഉപയോഗിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഡ്രഡ്ജർ എത്തിക്കാൻ എല്ലാ കോഴിക്കോട് MP ശ്രീ രാഘവേട്ടൻ, മഞ്ചേശ്വരം MLA, ഒരുപാട് പേര് കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായാലും ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഡ്രഡ്ജർ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഓരോ മിനിറ്റ് നമുക്ക് വിലപ്പെട്ടതാണ്. അത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അത് ലോറിയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെ. ലോറിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് ആ ഭാഗത്തെ മണ്ണ് നീക്കി കഴിഞ്ഞാൽ മാത്രമേ ഡൈവിംഗിൽ കൂടെ ഒരു ഡൈവിംഗ് പോസിബിൾ ആവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മാത്രമല്ല, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ലാതെ നമ്മൾ കാണാത്തൊരു സാധനത്തിന് കാരണം അന്നത്തെ തിരച്ചിലെല്ലാം പൂർത്തിയായി കഴിഞ്ഞതാണല്ലോ. ആ സമയത്ത് ഇതേ വെള്ളം കുറഞ്ഞ സമയത്ത് നിന്നായിരുന്നു അന്നും തിരച്ചിലുണ്ടായിരുന്നത്. അന്ന് കണ്ടെത്താൻ പറ്റാത്തത് ഇന്നിപ്പം എങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, വെള്ളത്തിന് വിസിബിലിറ്റി കൂടിയിട്ടുണ്ട് അന്നത്തെ കാലം. അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. ഞങ്ങൾ ഇതിന് ഡൈവിംഗ് ഒരു ഭാഗത്ത് നടക്കട്ടെ, പക്ഷെ അത് ഡ്രഡ്ജിങ്ങിനെ ബാധിക്കാൻ പാടില്ല. അതെ, വ്യക്തമാണ്. ജിതിൻ, അപ്പോൾ ഈ 10 ദിവസവും അഞ്ചു ഒപ്പം ഉണ്ടാകും അല്ലേ? അഞ്ചു ചിലപ്പോൾ ഇന്നോ നാളെയായിട്ട് പോകാൻ സാധ്യതയുണ്ട്, കുട്ടികളൊക്കെ ഉള്ളല്ലോ. അതെ അതെ, ശരി, വളരെ നന്ദി ജിതിൻ. എന്തായാലും നിങ്ങൾ അവിടേക്ക് എത്തുക, നമുക്ക് വീണ്ടും സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ലോറി ഉടമ മനാഫ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മനാഫ്, എന്താണ് മനാഫിന്റെ ഒരു പ്രതീക്ഷ? ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ അത് 2ാം ദിവസം ആരംഭിച്ചിരിക്കുകയാണ്.